ഈ വീഡിയോയിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ്, പ്രത്യേകിച്ച് ഗാസയിൽ വെള്ളപ്പൊക്കമൊക്കെ ആയിട്ട് അവിടുത്തെ ഷെൽട്ടറുകളെല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അതിനിപ്പോൾ ഇസ്രായേലിനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ടണലിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്ന ആൾക്കാരെക്കുറിച്ചുള്ള ഒരു വിവരവുമില്ല. അതായത് ആ ടണലെല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതിനകത്ത് എത്ര പേരുണ്ട്, ഇത് എന്താണ് സംഭവിച്ചത്, ഇനി ഇവരൊക്കെ ജീവനോടെ ഉണ്ടോ, ഇല്ലെങ്കിൽ അവർക്ക് വെള്ളം കയറാത്ത രീതിയിൽ സുരക്ഷിതമായിട്ട് താമസിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഈ ടണലിൻ്റെ ഉള്ളിൽ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ക്യൂരിയാസിറ്റി ഇസ്രായേലിൻ്റെ സൈഡിലുണ്ട്. ടണലിൻ്റെ വിഷയം ഒരു സൈഡിൽ അങ്ങനെ നിൽക്കുമ്പോഴും ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ചെറിയ പ്രശ്നം. ട്രംപ് ആണെങ്കിൽ സൗദി അറേബ്യയ്ക്ക് F-35 കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഓപ്പണായിട്ട് ഡിക്ലെയർ ചെയ്തു. വൈറ്റ് ഹൗസിൽ വെച്ചിട്ടാണ് ഡിക്ലെയർ ചെയ്തത്. മുഹമ്മദ് ബിൻ സൽമാൻ MBS, സൗദി ക്രൗൺ പ്രിൻസ്, അമേരിക്ക വൈറ്റ് ഹൗസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജമാൽ ഖഷോഗി എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ ആ ഒരു കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കി എംബസിയിൽ വെച്ചിട്ടാണ്, തുർക്കി സൗദി എംബസിയിൽ വെച്ചിട്ട് നടത്തിയ ആ ഒരു കുറ്റകൃത്യം എന്ന് തന്നെ പറയേണ്ടി വരും. ആഫ്റ്റർ ദിസ് ഇൻസിഡൻറ്റ് ഫസ്റ്റ് ടൈം MBS വൈറ്റ് ഹൗസ് സന്ദർശിക്കുകയാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു കീ പോയിന്റ്. ഈ ഒരു കുറ്റകൃത്യത്തിന് ഏറ്റവും കൂടുതൽ കവറപ്പ് ചെയ്യാനും അതിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ കൊടുത്ത് ഒരു ഗ്ലോബൽ ലീഡർ എന്നുള്ള നിലയിലേക്ക് MBSനെ ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് ട്രംപിൻ്റെ ദൗത്യം. അത് വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു പിച്ച് കളമൊരുക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഡിസ്കഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് MBS ഇപ്പോൾ അമേരിക്കയിൽ എത്തിയിരിക്കുന്നത്. അവിടെ ഇലോൺ മസ്ക് വന്ന് MBSനെ കണ്ട് സംസാരിച്ചു, അതേപോലെ ട്രംപിനെ കണ്ട് സംസാരിച്ചായിരുന്നു. ഈ ഒരു കൂടിക്കാഴ്ച വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണെന്നാണ് MBSും വിലയിരുത്തുന്നത്. അതേപോലെ ട്രംപ് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ട്രംപ് അപ്പം കാണുമ്പോഴത്തേക്കും ഉള്ള സ്വഭാവമാറ്റമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ തുടർന്ന് ട്രംപ് വൈറ്റ് ഹൗസിലിരുന്ന് കൊടുത്ത പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, ഞാൻ F-35 സൗദി അറേബ്യയ്ക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം തന്നെ മൊസാദിൻ്റെ പേജിൽ ആ ഒരു പ്രത്യേക ക്ലിപ്പ്, ട്രംപ് പറയുന്ന ഒരു ക്ലിപ്പ് മൊസാദിൻ്റെ പേജിൽ ഉടനെ പബ്ലിഷ് ചെയ്യപ്പെട്ടു. ഇസ്രായേലിൽ ഒട്ടാകെ സർക്കുലേറ്റ് ചെയ്തു. ലോകമെമ്പാടുമുള്ള ജൂവിഷ് കമ്മ്യൂണിറ്റി അതിനെതിരെയുള്ള ശബ്ദം ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഇപ്പം മിഡിൽ ഈസ്റ്റിൽ ഒറ്റ ഒരു സ്റ്റെൽത്ത് പവറേ പാടുള്ളൂ, അത് ഇസ്രായേൽ ആണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇനി മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു രാജ്യത്തിനെ, അതും പ്രത്യേകിച്ച് ഒരു അറബ് രാജ്യത്തിനെ സ്റ്റെൽത്ത് പവറുള്ള ഒരു ഈക്വൽ പവറുള്ള ഒരു രാജ്യമായിട്ട് മാറ്റാനാണ് അമേരിക്കയുടെ തീരുമാനമെങ്കിൽ ഇസ്രായേൽ കളി മാറ്റും. ആ ഒരു തീരുമാനം വളരെ സ്ട്രോങ് ആയിട്ട് എടുത്തിട്ട് ആ ഒരു മെസ്സേജ് അമേരിക്കയ്ക്ക് കൺവേ ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ. ഓൾറെഡി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ടൈംസ് ഓഫ് ഇസ്രായേലിൽ ഇന്ന് തന്നെ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. സൗദി അറേബ്യയ്ക്ക് F-35 കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന് വിയോജിപ്പുണ്ടെന്നുള്ളത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇത്രയും നാളും ഇസ്രായേൽ കഴിഞ്ഞ 2 വർഷക്കാലം യുദ്ധം നടത്തി മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഒരു ഡോമിനൻസ്, ഒരു ഓപ്പൺ സ്കൈ, ആർക്കും തന്നെ കിട്ടാത്ത രീതിയിലുള്ള ഒരു ഡോമിനൻസ്, സിറിയയുടെ സൈഡിലായിക്കോട്ടെ, സൗദിയെ മറികടന്നുകൊണ്ട് ഖത്തറിൽ പോയി അടിക്കുന്നതായിക്കോട്ടെ, അതേപോലെ ഇറാഖിൻ്റെ ഭാഗത്തായിക്കോട്ടെ, അതേസമയം ഇറാൻ്റെ മുകളിലായിക്കോട്ടെ, ഇപ്പുറത്ത് ലെബനാൻ്റെ സൈഡിലായിക്കോട്ടെ, എല്ലാ സൈഡിലും ഇസ്രായേലിന് മറ്റുള്ള രാജ്യങ്ങളുടെ എയർ സ്പേസ് ഓപ്പൺ ആണ്. അപ്പോൾ ഈ ഒരു ഫ്രീ ഹാൻഡ് ഉള്ള ഒരു ടൈമിൽ സൗദി അറേബ്യയ്ക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് F-35 കൊടുക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇസ്രായേൽ ഉയർത്തുന്നത്. ഇതിനുള്ള ഉത്തരം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കേണ്ടി വരും. ആ ഒരു ചോദ്യോത്തര വേളയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ ലെബനാൻ്റെ സൈഡിൽ ഞാനിവിടെ ഒരു മാപ്പ് കാണിക്കുന്നുണ്ട്. ആ മാപ്പിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലെബനാൻ ഇസ്രായേൽ ബോർഡറിനെ ഒരു ബഫർ സോൺ കഴിഞ്ഞിട്ട് ബ്ലൂ ലൈൻ എന്നാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നത്. ഈ ബ്ലൂ ലൈനും ഇസ്രായേലിൻ്റെ ബോർഡറും, അതായത് നോർത്തേൺ ഇസ്രായേൽ അഥവാ സദൺ ലെബനാൻ, ആ ഭാഗത്ത്, അതായത് ലെബനാൻകാർക്ക് അത് സദൺ സൈഡും ഇസ്രായേലികൾക്ക് അത് നോർത്തേൺ സൈഡുമാണ്. അപ്പോൾ അതുകൊണ്ട് നോർത്തേൺ ഇസ്രായേൽ, സദൺ ലെബനാൻ, ആ ഏരിയയിൽ ഈ ബ്ലൂ ലൈൻ വരെയുള്ള ആ ഒരു ഏരിയയാണ് ബഫർ സോണായിട്ട് അറിയിച്ചിരിക്കുന്നത്. UN റെസൊല്യൂഷൻ പ്രകാരമാണ് ഈ ബഫർ സോൺ അറിയിക്കപ്പെട്ടത്. അപ്പോൾ അതിനുശേഷം ഈ UN പീസ് കീപ്പിംഗ് മിഷൻ ഉണ്ടല്ലോ, യുനിഫിൽ അവരാണ് ഈ സ്ഥലം മാനേജ് ചെയ്യുന്നത്. ഇവിടെ ഹെസ്ബുള്ളയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. പക്ഷേ ഇവിടെ നിരുപാധികം ഹെസ്ബുള്ളയുടെ താവളങ്ങളും അതേപോലെ ഒരുപാട് ആയുധങ്ങളൊക്കെ ഈ ഭാഗത്ത് ശേഖരിച്ച് വെച്ചിട്ടാണ് ഇസ്രായേലിനെതിരെ ആക്രമണങ്ങളൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ അതിപ്പോൾ ഇസ്രായേൽ ഒരു പരിധി വരെ അടിച്ചൊതുക്കി മൂലയിൽ അങ്ങ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ അതിലുപരിയായിട്ട് ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഈ സദൺ ലെബനാൻ ഭാഗത്ത് കംപ്ലീറ്റ് അടിച്ച് തൂത്ത് പറക്കി കളഞ്ഞിട്ട് ഇപ്പം ഈ ബ്ലൂ ലൈനിൽ നിന്നും കുറച്ചുകൂടെ എക്സ്ട്രാ സ്ഥലം എടുത്തുകൊണ്ട്, കുറച്ചുകൂടെ ആ ബഫർ സോൺ വികസിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു അയൺ വാൾ ബിൽഡ് ചെയ്യാണ്. അതാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഒരു പിക്ചറിൽ വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു അയൺ വാൾ അവിടെ ബിൽഡ് ചെയ്യാണ്. ഇതിനെ എതിർത്തുകൊണ്ട് ലെബനാൻ ഗവൺമെൻറ് ഇപ്പം രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഫ്രാൻസ്, സൗദി അറേബ്യ, അമേരിക്ക ഇവരെല്ലാവരും തന്നെ ഇടപെടുന്നുണ്ട്. പക്ഷേ നിരന്തരം ഈ ലെബനാൻ സർക്കാർ ഈ ഹിസ്ബുള്ള സംഘടനയെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇസ്രായേലിന് ഈ രീതിയിലുള്ള അയൺ വാൾ പണിയേണ്ടി വരുന്നത് എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന ന്യായവാദം.
അത് ഇസ്രായേൽ പണി തുടങ്ങി പകുതിയോളം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അമേരിക്ക കാണിക്കുന്ന ഒരു ചെറിയ ഡബിൾ ഗെയിം. ഈ ഡബിൾ ഗെയിം എന്താണെന്ന് പറഞ്ഞാൽ, ഇസ്രായേലിനാണെങ്കിൽ പാലസ്തീനിയൻ സ്റ്റേറ്റ് ഹുഡ് വരാൻ പാടില്ല. അതിനാണ് ഈ 21 പോയിന്റ് അംഗീകരിച്ചുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് പോയത്. ഈ ഫസ്റ്റ് ഫേസ് ഡീല് ഗാസ പീസ് സബ്മിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപിന് വളരെയധികം ഒരു പ്രൊമോഷൻ കിട്ടുന്ന രീതിയിൽ ഈ ഒരു പീസ് സബ്മിറ്റ് നടത്തി തീർത്തത്. പക്ഷേ അതേ സാഹചര്യത്തിൽ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഗാസയിൽ ഹമാസ് ഡീമിലിറ്ററൈസ് ചെയ്തില്ല. എന്നാൽ ഇസ്രായേൽ ഈ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ അവിടെ കൊണ്ടുവരാനും അതുപോലെ തന്നെ ഗാസയിലെ റീകൺസ്ട്രക്ഷൻ ഉടനെ തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. അതിന് ഈ ടോണി ബ്ലെയറുമായിട്ട് ബന്ധപ്പെട്ട UK ടീമുകൾ, UK ടെക്നോക്രാഫ്റ്റുകളെല്ലാം കൊണ്ടുവന്ന് അവിടെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് തകൃതിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. പക്ഷേ അത് ഇസ്രായേലിന് സമ്മതമല്ല. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എന്നാൽ പിന്നെ അമേരിക്ക നേരിട്ട് ഇറങ്ങുന്നില്ല. എന്നാൽ യുണൈറ്റഡ് നേഷൻസിനെ വെച്ചിട്ട് UN ത്രൂ ഈ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ള നിലപാടാണ് അമേരിക്കയുടേത്. അപ്പോൾ അതുകൊണ്ട് UN ത്രൂ ഇപ്പം അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ UN കമ്മിറ്റി വിളിച്ചു കൂട്ടി ഈ സെക്യൂരിറ്റി ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ആ റെസൊല്യൂഷനും 21 ട്രംപിന്റെ ഈ ഒരു പീസ് സബ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു പോയിന്റുകളും UN അംഗീകരിച്ചു കഴിഞ്ഞു. ഒഫീഷ്യലി അക്സെപ്റ്റ് ചെയ്ത് ആന്റണിയോ ഗുട്ടറസ് തന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു UN പോളിസി അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, ഈ ഗാസയിലെ ഹമാസ് ഡിസാം ചെയ്യുന്നില്ല, അവര് ആയുധം താഴെ വെക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നടക്കാതെ ഒരിക്കലും റീകൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിലപാടാണ് ഇസ്രായേലിൻ്റെത്. ഈ തർക്കമാണ് ഇപ്പം അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇടയിൽ ഇപ്പം പുതുതായിട്ട് രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. ഇസ്രായേൽ ചോദിക്കുന്നത് ആരാണ്, ഏത് ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ആണ് ഹമാസിനെ എതിർക്കാൻ പോകുന്നത്? ഹമാസിനെ എതിർത്ത് ഫൈറ്റ് ചെയ്ത് ഹമാസിനെ കൊണ്ട് ആയുധം താഴെ വെപ്പിക്കാനുള്ള കപ്പാസിറ്റി ഏത് ഫോഴ്സിനാണ് ഉള്ളത്? പാകിസ്ഥാൻ ഫോഴ്സിനാണോ, അസർബൈജാൻ ഫോഴ്സിനാണോ, ഇന്തോനേഷ്യൻ ഫോഴ്സിനാണോ? ഏത് ഫോഴ്സിനാണ് ഈ ഒരു കപ്പാസിറ്റി ഉള്ളത്? ഇത് ഒറ്റൊരു ഫോഴ്സിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അത് IDF ആണ്. IDF അല്ലാതെ മറ്റൊരു സേനയ്ക്കും ഈ ഹമാസിനെ കൊണ്ട് ആയുധം താഴെ വെപ്പിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു പ്രശ്നം ഇപ്പം അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇടയിൽ നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗത്ത് കുറച്ച് സ്ഥലം ഇന്നലെ കുറച്ച് കാറും വീടുകളും എല്ലാം തന്നെ തീ വെച്ച് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഫാർ റൈറ്റ് ചിന്താഗതിയുള്ള ഇസ്രായേലികളുടെ പരിപാടിയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പം അതിനെ എതിർത്തുകൊണ്ട് ഇസ്രായേലിന്റെ സെനറ്റിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കുറച്ച് സമാധാനമായിട്ട് ഇരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വെസ്റ്റ് ബാങ്ക് സമാധാനമായിട്ട് ആ എക്സ്പാൻഷൻ മുന്നോട്ട് നടക്കുകയാണ്. അത് ഈ രീതിയിലുള്ള പ്രവൃത്തികൾ കൊണ്ട് അതിന് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള അതിക്രമങ്ങൾ കാണിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു സൈഡിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. നെതന്യാഹു യുണൈറ്റഡ് നേഷൻസിൽ അംഗീകരിക്കപ്പെട്ട ഗാസയുടെ പീസ് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനെ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിലുപരിയായിട്ടാണ് ഞാൻ പറഞ്ഞ ഈ മേൽ പറഞ്ഞ പോയിന്റുകളെല്ലാം കൂടി ചർച്ചയാകുന്നത്. അതായത് എത്രയും പെട്ടെന്ന് ഹമാസിനെ ഡിസാം ചെയ്യുക, അത് കഴിഞ്ഞ് മാത്രമേ ചർച്ചയുള്ളൂ എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഇസ്രായേലിന്റെ ഡ്രോൺ അറ്റാക്ക് ലെബനാന്റെ ഉള്ളിൽ ഒരു കാർ ടാർഗറ്റ് ചെയ്ത് ആക്രമണം നടത്തിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട വ്യക്തിയുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല, പക്ഷേ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ട്രംപ് ആണെങ്കിൽ സൗദി അറേബ്യയെ കൊണ്ട് ഇസ്രായേലുമായിട്ട് ഒരു നോർമലൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് F-35 ഓഫർ ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ ടെക്നിക്ക് പുള്ളിക്കാരൻ ഉപയോഗിക്കുന്നതായിട്ട് മറ്റൊരു സൈഡിൽ നിന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് എത്രമാത്രം ഫാക്ട് ഉണ്ടെന്ന് നമുക്കറിയില്ല. ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെയാണ് ഇതും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് F-35 കൊടുക്കുന്നത് ഇസ്രായേൽ ഒരിക്കലും സമ്മതിക്കില്ല. അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇടയിൽ കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ചും ഈ സൗദി അറേബ്യയുടെ ഇൻവോൾവ്മെന്റിനെ ചൊല്ലി വരുന്നുണ്ട് എന്നുള്ളതാണ് നിലവിലെ വാർത്ത. ഇന്ത്യയുടെ എയർഫോഴ്സ് സൂര്യകിരൺ ദുബായിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ്. UAEയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള മുഹമ്മദ് മുബാറക് അൽ മസ്റൂയിയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ എയർഫോഴ്സിന്റെ ഈ ഒരു സൂര്യകിരൺ ഷോ കോർഡിനേറ്റർ ആയിട്ടുള്ള സഞ്ജയ് സേത്തുമായിട്ടാണ് ഈ ഒരു ചർച്ച നടത്തിയിരിക്കുന്നത്. അതായത് ഇന്ത്യയും UAEയും തമ്മിൽ ട്രെയിനിങ്, ജോയിന്റ് ട്രെയിനിങ്, ഡിഫൻസിലും എയർഫോഴ്സ് മേഖലയിലും, ഈ രണ്ട് മേഖലയിലും ജോയിന്റ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയർ ഇന്ത്യ വരുന്ന ഫെബ്രുവരി 2026 മുതൽ എവറി ഡേ നോൺ സ്റ്റോപ്പ് ഷട്ടിൽ സർവീസ് ചൈനയ്ക്കും ഇന്ത്യക്കും തമ്മിൽ പുതിയ ഷെഡ്യൂൾ തുടങ്ങും എന്നാണ് പറയുന്നത്. അതേപോലെ ഡൽഹിയിൽ ഉണ്ടായ ആ ഒരു സ്ഫോടനം, അതിന് മുന്നേ കൂട്ടി തന്നെ ഹമാസ് മോഡലിൽ കുറേ ഡ്രോൺ ആക്രമണങ്ങൾ ഇന്ത്യക്കുള്ളിൽ പ്ലാൻ ചെയ്തിരുന്നതായിട്ടും NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഇൻവെസ്റ്റിഗേഷൻ അപ്പ് ഫ്രണ്ട് അവർ ചെയ്തത് കൊണ്ട് അത് തടസ്സപ്പെട്ടു എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. അതേപോലെ ഒഡീഷയിൽ വെച്ചിട്ട്, ഒഡീഷ സ്റ്റേറ്റിൽ 2 ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ ഇന്ത്യക്കുള്ളിൽ കടന്നു കയറി വന്ന ആൾക്കാരാണ്.
ഇൻഫിൽട്രേറ്റർ ആണ്. ഇവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആയുധധാരികളായിട്ടുള്ള ഈ 2 ബംഗ്ലാദേശികളെ ഒഡീഷ എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്, ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇവിടെ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.